ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിലുള്ള മുഖ്യപ്രതികളെ ഇന്ന് ഇ ഡി ഓഫീസിൽ കീഴടങ്ങും. ഹൈറിച്ച് ഓഫീസുകളിലെ ഇ ഡി റെയ്ഡിന് പിന്നാലെ ഒളിവിൽ പോയ ഉടമകളായ പ്രതാപനും ഭാര്യ ശ്രീനയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് കൊച്ചി ഇ ഡി ഓഫീസിൽ ഇരുവരും ഹാജരാകുമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. ഹൈറിച്ച് എം ഡി പ്രതാപൻ, ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീന എന്നിവരാണ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷണം നേരിടുന്നത്. തൃശൂരിലെ ഹൈറിച്ച് ഓഫീസുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇ ഡി സംഘം എത്തിയപ്പോൾ തന്നെ അറസ്റ്റ് ഭയന്ന് പ്രതാപനും ഭാര്യയും കടന്നുകളഞ്ഞിരുന്നു. ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ്, ഉടമകളുടെ 2 വീടുകൾ, തൃശൂരും എറണാകുളം ഇടപ്പള്ളിയിലുമുള്ള ശാഖകൾ എന്നിവിടങ്ങളിലാണ് ജനുവരി അവസാന വാരം റെയ്ഡുകൾ നടന്നത്. 3 ആഴ്ചയോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നത്. ആരോപിക്കപ്പെടുന്നത് പോലെ നിക്ഷേപ തട്ടിപ്പുകൾ നടത്തിയിട്ടില്ലെന്നും രാഷ്ട്രീയ താൽപര്യങ്ങളിലാണ് ആരോപണങ്ങളെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പ്രതികൾ കോടതിയിൽ വാദിച്ചത്. എന്നാൽ പ്രതികൾക്കെതിരെ തെളിവുകളുണ്ടെന്നും ഹാജരായാലും ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് ഉറപ്പു പറയാനാകില്ലെന്നും ഇ ഡിയും വാദിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിശദമായ വാദത്തിന് ശേഷം അന്വേഷണവുമായി സഹകരിച്ചുകൂടെയെന്ന് കോടതി ചോദിച്ചിരുന്നു. തുടർന്ന് പ്രതികളെ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ മറുപടി അറിയിക്കാമെന്ന് വ്യക്തമാക്കിയ പ്രതിഭാഗം അഭിഭാഷകൻ ഫെബ്രുവരി 19 ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നാലെ കോടതിയെ അറിയിച്ചു. 1630 കോടിയോളം രൂപ ഹൈറിച്ച് ഉടമകളായ പ്രതാപനും ഭാര്യയും നിക്ഷേപകരിൽ നിന്ന് തട്ടിയതായാണ് ആരോപണം. പ്രതികളുടെ 212 കോടിയുടെ സ്വത്തുവകകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ജനം, കൊച്ചി.